കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ ഒരു ഡാൻസ് വീഡിയോ വൻ വൈറലായിരുന്നു. നല്ല അസൽ മെയ്വഴക്കത്തോടെ മീനാക്ഷി നൃത്തം ചെയ്യുന്നത് കണ്ട് പലരും അതിശയിച്ചു. ഇതാദ്യമായി ആയിരുന്നില്ല മീനാക്ഷിയുടെ നൃത്തം ഇത്തരത്തിൽ വൈറലാവുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മകളെ നൃത്തം പഠിപ്പിക്കാൻ താല്പര്യം കാണിച്ചത് മഞ്ജു തന്നെയായിരുന്നു. അവസാനം മീനാക്ഷിയുടെ ഗുരുവിൽ നിന്ന് മറന്നുപോയ തന്റെ ചുവടുകളും മഞ്ജു പൊടിതട്ടി എടുക്കുകയായിരുന്നു. ആ നൃത്ത പഠനം തിരിച്ചുവരവിന് വഴിയൊരുക്കുകയും ചെയ്തു. ഗുരുവായൂരമ്പലത്തിൽ ചുവടുവെച്ചുകൊണ്ടായിരുന്നു 14 വർഷങ്ങൾക്ക് ശേഷമുള്ള മഞ്ജുവിന്റെ തിരിച്ചുവരവ്. ഇപ്പോഴും നൃത്തം ജീവിതത്തിനൊപ്പം കൊണ്ടുപോകുന്നു. അമ്മ തുടക്കം കുറിച്ചു തന്ന നൃത്തം മീനാക്ഷിക്കൊപ്പവും ഉണ്ട്. പക്ഷേ മകളെക്കാൾ മറ്റൊരു കാര്യത്തിൽ മഞ്ജു അല്പം അധികം കോൺഷ്യസ് ആണെന്ന് പറയാതെ വയ്യ. മറ്റൊന്നുമല്ല, ലുക്കിന്റെ കാര്യത്തിൽ. വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്ന മഞ്ജുവിന്റെ ലുക്കിനെ കുറിച്ച് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോഴും ചെറുപ്പം കാത്തുസൂക്ഷിക്കുന്ന മഞ്ജുവിന് ശരിക്കും 45 വയസ്സായി. 24-കാരിയുടെ അമ്മയായ മഞ്ജുവിനെ സംബന്ധിച്ച് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന ലൈനാണ്. ഇപ്പോഴിതാ പുതിയ ഹെയർ സ്റ്റൈൽ ട്രെൻഡിങ് ആവുന്നു. സെലിബ്രിറ്റി മേക്കപ്പ് ലോകത്ത് ഏറെ പരിചിതരായ ഇരട്ട സഹോദരങ്ങളായ സജിത്തും സുജിത്തുമാണ് മഞ്ജുവിന്റെ ഈ പുതിയ ലുക്കിന് പിന്നിൽ. മഞ്ജുവിനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ സുജിത്ത് ആൻഡ് സജിത്ത് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പുറത്തു വന്നിരുന്നത്. അകവും പുറവും ഒരുപോലെ സൗന്ദര്യമുള്ള സ്ത്രീ എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. തിരിച്ചുവരവിൽ തന്റെ നായികാനിര ഭദ്രമാക്കാൻ മഞ്ജു ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഈ ലുക്കിന്റെ കാര്യത്തിൽ തന്നെയായിരുന്നു. സിനിമകളിൽ പ്രായഭേദമന്യേ ഏത് റോളുകളും ചെയ്യുമെങ്കിലും പൊതു ഇടങ്ങളിൽ എത്തുമ്പോൾ മഞ്ജുവിന്റെ ഡ്രസ്സിംഗ് മുതൽ ഹെയർ സ്റ്റൈൽ വരെ പലപ്പോഴും വൈറലായിട്ടുണ്ട്. ലുക്ക് മാത്രമല്ല, അടുത്തിടെ മഞ്ജു നടത്തിയ ബൈക്ക് റൈഡും സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു. തന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഒരു ബൈക്ക് സ്വന്തമാക്കുക, റൈഡിന് പോകുക എന്നതൊക്കെയെന്ന് മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റൈഡർ കൂടിയായ തല അജിത്തിനൊപ്പം ഒരു സിനിമ ചെയ്യുകയും സൗഹൃദത്തിലാവുകയും ചെയ്തതോടെ ആഗ്രഹത്തിനുള്ള വഴി തെളിയുകയായിരുന്നു. പിന്നീട് BMW ബൈക്ക് സ്വന്തമാക്കിയ മഞ്ജു അതിൽ റൈഡും തുടങ്ങി.